ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോ ടോക്സ്. ആണ് നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓണം സീസൺ വന്നെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓണം റിലീസുകൾ, ഓണം ഫെസ്റ്റിവൽ കളറാക്കാനായിട്ടുള്ള മലയാള സിനിമകൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഓണത്തിന് നിരവധി സിനിമകളാണ് എത്തുന്നത്. അതിൽ തന്നെ മലയാളത്തിൽ നിന്ന് 4 സിനിമകളും തമിഴിൽ നിന്ന് ഒരു സിനിമ ഉണ്ട്. എന്തായാലും മലയാളത്തിൽ നിന്ന് എല്ലാവരും ഒരുപോലെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാൽ ചിത്രം തന്നെയായിരിക്കും. മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രമായ ഹൃദയപൂർവ്വം. കഴിഞ്ഞ 5 പതിറ്റാണ്ടായിട്ട് മലയാളികളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ജോഡി തന്നെയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് സിനിമകൾ എന്ന് പറയുന്നത്. അപ്പോൾ 1984 ഇറങ്ങിയ കളിയിലൽപ്പം കാര്യം മുതൽ ഇപ്പോൾ 2025 റിലീസാകാൻ പോകുന്ന ഹൃദയപൂർവ്വം വരെ. അപ്പോൾ ഇത്രത്തോളം വർഷങ്ങളായിട്ട് ഒരുമിച്ചുള്ള അത്രത്തോളം അധികം ഹിറ്റുകൾ, ലെജൻഡറി സിനിമകൾ, ഐക്കോണിക് ആയിട്ടുള്ള സിനിമകൾ, നമ്മുടെ മലയാള സിനിമ ഹിസ്റ്ററി തന്നെ എഴുതി ചേർക്കപ്പെട്ടുള്ള ഒരുപാട് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ആ ഒരു ജോഡിയുടെ ഏറ്റവും പുതിയ സിനിമയാണ്. അപ്പോൾ ഈ ഒരു പതിറ്റാണ്ടിലെ ആ ഒരു ഹിറ്റ് സ്ട്രീക്ക് വിജയ തുടർച്ച നൽകാനായിട്ട് അവർ വീണ്ടും ആ ഒരു കോംബോ എത്തുകയാണ്. ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ടും ടെക്നിക്കൽ ഡയറക്ടറൊക്കെ ആയിട്ടൊക്കെ അനൂപ് സത്യനും അതുപോലെ തന്നെ അഖിൽ സത്യനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സിനിമയിലെ കാസ്റ്റിങ്ങും വളരെ ഇമ്പ്രസീവാണ്. സിനിമയുടെ അപ്ഡേറ്റ്സിനെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് തന്നെയാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത്. മോഹൻലാലിൻ്റെ ലുക്കായാലും അല്ലെങ്കിൽ ടീസർ, അതിൻ്റെ ഗ്ലിംസ് കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ എന്തായാലും ഓൾറെഡി തൻ്റെ കരിയറിൻ്റെ മറ്റൊരു പീക്കിലേക്ക്, അതായത് ഓൾറെഡി കുറേ പീക്കുകൾ കണ്ട് ഇപ്പോൾ വേറൊരു പുതിയ പീക്കിലോട്ട് എത്തി നിൽക്കുകയാണ് ലാലേട്ടൻ. അവസാനം ഇറങ്ങി തുടരും, അതുപോലെ എമ്പുരാൻ, ഇതൊക്കെ മലയാള സിനിമയുടെ വാണിജ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളായിട്ട് മാറിയേക്കാണ്. അപ്പോൾ അതിന് ശേഷം വരാൻ പോകുന്ന ഹൃദയപൂർവ്വം സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഫാമിലി കോമഡി ജേണറിൽ മോഹൻലാൽ ചിത്രം, അതുപോലെ തന്നെ സത്യനന്ദിക്കാട് സിനിമകളുടെ ഒരു ഫ്ലേവർ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സുള്ള ഫാമിലീസിനൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമകൾ തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ മകളായിരുന്നു ജയറാമായിട്ടുള്ള. അത്രത്തോളം പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നില്ലെങ്കിൽ പോലും മോഹൻലാലായിട്ട് വരുമ്പോൾ വീണ്ടും ആ ഒരു വിജയ തുടർച്ച അത് കൈവരിക്കുന്നത് തന്നെയാണ് തോന്നുന്നത്. പിന്നെ രണ്ടാമതായിട്ടുള്ളത് ലോക്കയാണ്. നമ്മൾ കാണുന്ന പോലെ അല്ല ആൾക്കാർ. ഇവളാരാ എന്താ എന്നൊന്നും നമുക്ക് ശരിക്കും അറിയ പോലുമില്ല. ഇപ്പോൾ മലയാള സിനിമയിൽ അധികം വരാത്ത ഒരു സൂപ്പർ ഹീറോ കൺസെപ്റ്റിലായിട്ട് വരുന്നൊരു സിനിമയാണ് കല്യാണി പ്രിയദർശൻ, അതുപോലെ തന്നെ നെസ്ലൻ ഒക്കെയാണ് ലീഡ് ക്യാരക്ടേഴ്സിൽ വരുന്നത്. തരംഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് നാളത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് ഡൊമിനിക് അരുൺ തൻ്റെ അടുത്ത സിനിമയായിട്ട് വരുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും ഒരു യുണീക്കായിട്ടുള്ളൊരു കാര്യം. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ്റെ ഫെയർ പ്രൊഡക്ഷനാണ് സിനിമയുടെ പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. അത് നമുക്കറിയാം, ക്വാളിറ്റിയിലൊട്ടും കോംപ്രമൈസ് ചെയ്യാതെ അത്രത്തോളം ക്വാളിറ്റി സിനിമകൾ മാത്രമാണ് അവർ എടുക്കുക നോർമലി. ഈ അടുത്തടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാം നല്ല ക്വാളിറ്റി സിനിമകൾ തന്നെയാണ് അവർ പ്രേക്ഷകരിലോട്ട് എത്തിക്കുന്നത്. ക്വാളിറ്റി അവരുടെ പ്രൊഡക്ഷനിലും ഉണ്ടാകുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതുവരെ വന്നിട്ടുള്ള ആ ഒരു പ്രൊമോ ടീസർ, ജെയ്ക്സിൻ്റെ ആ ഒരു മ്യൂസിക്കിൽ വന്നിട്ടുള്ള ആ ഒരു സോങ്ങും എല്ലാത്തിനും നല്ല അഭിപ്രായം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നെസ്ലൻ്റെ ആ ഒരു ഹിറ്റ് സ്ട്രീക്ക് അദ്ദേഹത്തിലും തുടരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവ് വൈബുള്ള 2 സിനിമകളാണ്, നമുക്കൊരു ഹിറ്റ് ആകുന്ന ഉറപ്പുള്ള 2 സിനിമകളാണ് ഇത് രണ്ടും. അടുത്തായിട്ട് മൂന്നാമത്തായിട്ട് പറയുന്ന അൽത്താഫ് സലീമിൻ്റെ സിനിമയാണ് 2017 പുറത്തിറങ്ങിയുള്ള ഞണ്ടുകൾ എന്നുള്ളൊരു ഇടവേള. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും തിയേറ്ററിലോട്ട് വന്നിട്ടില്ല. ആ സിനിമ ഒരു ഹിറ്റായിട്ട് പോലും ഇത്രയൊരു ലോങ് ഗ്യാപ്പ് തന്നെ വേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെതായ ഒരു സിനിമ തിയേറ്ററിലോട്ട് എത്താനായിട്ട്. ഫഹദ് ഫാസിൽ അതുപോലെ തന്നെ വീണ്ടും കല്യാണി ആണ് ജോഡിയായിട്ട് വരുന്നത്. അപ്പോൾ അൽത്താഫ് സലീമിൻ്റെ മുന്നത്തെ സിനിമ പോലെ തന്നെ റോം കോം എൻ്റർടൈനർ, അതിൻ്റെ സൂചനകൾ തന്നെയാണ് സിനിമയുടെ ട്രെയിലർ തരുന്നത്. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ കുറച്ച് നാളായിട്ട് മിസ്സിംഗ് ആയിരുന്നു ഇത്തരത്തിലുള്ളൊരു റോം കോം എൻ്റർടൈനർ, അതുപോലത്തെ ഒരു ഫീൽ ഗുഡ് കോമഡി പടം. ഇതൊക്കെ നമ്മുടെ മലയാളത്തിൽ കുറച്ച് നാളായിട്ട് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിട്ടേൺ ആണ് ഈ ഒരു ഓണ സീസണിൽ. ഈ ഒരു ഓണ സീസൺ ഏറ്റവും നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ജേണർ സിനിമകളൊക്കെ തന്നെയാണ് എന്തായാലും. അപ്പോൾ ഈ 3 സിനിമകൾക്കും വലിയ പ്രതീക്ഷകൾ തന്നെയുണ്ട്. എസ്പെഷ്യലി മോഹൻലാൽ ചിത്രം, അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രീക്ക്, ആ ഒരു വിന്നിങ് സ്ട്രീക്ക് അദ്ദേഹം തുടരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. 4മതായിട്ടുള്ളൊരു പുതുമുഖ ഡയറക്ടറിനുണ്ടല്ലോ, കുറച്ച് പുതുമുഖ താരങ്ങൾ ഒന്നിക്കുന്ന ഒരു സിനിമയാണ് മേനെ പേർക്കിയ. അപ്പോൾ കറലി 2 വീഡിയോസിലെ ഫേമസ് ആയിട്ടുള്ള അർജുൻ, ഇവരൊക്കെ തന്നെയാണ് ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ്. പിന്നെ ലീഡ് റോളിൽ വരുന്നത് പ്രീതി മുകുന്ദൻ എന്ന് പറഞ്ഞ ഈ അടുത്ത് സൗത്ത് ഇന്ത്യയിൽ സെൻസേഷനായിട്ടുള്ള ഒരു നടിയും, അതുപോലെ ഹൃദു അരുൺ എന്ന് ഉള്ളൊരു ആക്ടറാണ്. അദ്ദേഹം പ്രഭയെ നിനച്ചതല്ല, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മുന്നേ. അപ്പോൾ അങ്ങനെ അവരൊരു പുതുമുഖ താരങ്ങൾ നിൽക്കുന്ന ഒരു സിനിമയാണ്. അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അതാണ് സൂചന നൽകുന്നത്. പിന്നീട് തമിഴിൽ നിന്ന് AR മുരുകദാസ്, അതുപോലെ തന്നെ ശിവകാർത്തികേയൻ, അനിരുദ്ധ്, ഈ ഒരു കോമ്പോയിൽ വരുന്ന മദിരാസി.
താരതമ്യേന ശിവാർത്തിയൻ്റെ ലാസ്റ്റ് സിനിമ അമരൻ വൻ ഹിറ്റായിട്ട് പോലും ഈ സിനിമയ്ക്ക് ഒരു തണുത്ത ഉള്ളൊരു ആൾക്കാർക്ക് അധികം ഒരു പ്രതീക്ഷയില്ല എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരുകദാസിൻ്റെ ലാസ്റ്റ് സിനിമ സൽമാൻ ഖാനായിട്ട് ഒന്നിച്ച സിക്കന്ദർ ഒരു വലിയൊരു പരാജയമായിരുന്നു. ഒരു ബിലോ ആവറേജിന് താഴെ നിൽക്കുന്ന ഒരു ദുരന്ത പടമായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വലിയ പ്രതീക്ഷയില്ല. പിന്നെ അനിരുദ്ധൻ്റെ പാട്ടുകൾ വലിയൊരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയില്ല. സ്റ്റിൽ മുരുകദാസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർക്ക് എപ്പോഴും ഒരു വണ്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കാലിബറുള്ള ഡയറക്ടറാണ്. അപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ മദിരാശി ഉണ്ടാവും എന്തായാലും മലയാള സിനിമകളോടൊപ്പം. ഒട്ടും തന്നെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ജനറുള്ള സിനിമകളാണ് മൊത്തത്തിൽ. ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞൊരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാകുമ്പോൾ അപ്പുറത്തൊരു റോം കോം എൻ്റർടൈനറായിട്ടാണ് ഫഹദ് ഫാസിൽ വരുന്നത്. അതുപോലെ തന്നെ ലോക തരുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ സൂപ്പർ ഹീറോ എലമെൻറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ്. മേനെ പ്യാർക്കിയും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റയർലി ഡിഫറെൻറ്റ് ജേണേഴ്സിലുള്ള സിനിമകളാണ് മലയാളത്തിൽ നിന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ആക്ഷൻ എൻ്റർടൈനറായിട്ടാണ് തമിഴിൽ നിന്ന് ശിവാർത്തിനും വരുന്നത്. അപ്പോൾ ഓണത്തിന് നമുക്ക് ഡിഫറെൻറ്റ് ചോയ്സസ് ഉണ്ട്. എന്തായാലും ഒരുപാട് സിനിമകളുള്ളത് എപ്പോഴും നല്ലതാണ്. നമുക്ക് ഒന്ന് മോശമായാലും വേറെ ഒന്നിൽ പിടിക്കാം. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഓണം സിനിമകൾ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷനുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.